ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിൻ്റെ വിഷയം കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണുന്ന എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ 2026. പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കൂടി ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഈ വീഡിയോ എടുക്കുമ്പോഴും ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്ന സമയത്തും അതേപോലെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടി എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഈ വീഡിയോ. അപ്പം നമ്മളെന്നും പറയുന്നത് പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത്. പക്ഷേ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മറ്റവർക്കും ചെറിയ സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നതിനിടയ്ക്ക് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുഞ്ഞു മക്കൾക്ക് ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഞാൻ ചുമ്മാ ഈ വീഡിയോ കാണിച്ചു കൊടുത്ത സമയത്ത് എൻ്റെ അനിയത്തി ഇങ്ങനെ പറഞ്ഞു, ഞാനും കുഞ്ഞിക്കുട്ടിയാണ്, എനിക്കൊന്ന് അവിടെ നിന്ന് എടുത്തിട്ട് വരും അവിടുത്തെ സാറിനോട് അല്ലെങ്കിൽ മാമിനോട് ചോദിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര മനസ്സിൽ സ്ട്രൈക്കായി. അപ്പോൾ ഞാൻ ഓർത്തു അവൾക്കും അതേപോലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് ഒരു സഡൻ തോട്ട് വന്നത്, അവൾക്ക് മാത്രമാക്കണ്ട, വീട്ടിലെല്ലാവർക്കും അല്ലേ, നമ്മുടെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും എന്നാണ് ഒരു കുഞ്ഞ് ഗിഫ്റ്റ്. ഇതിൽ വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല, വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു സന്തോഷം, ഒരു ന്യൂ ഇയർ തുടങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസും സന്തോഷവും ചിരിയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അത് എടുക്കേണ്ടതായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നില്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലേറ്റായി ഷോപ്പിൽ നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. അപ്പം ന്യൂ ഇയർ കഴിഞ്ഞു, അങ്ങനെയൊന്നും ആലോചിക്കണ്ട, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ. അവരുടെ സന്തോഷം കണ്ടില്ലേ. ഇതിലിപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു സന്തോഷം നമുക്ക് കാണുമ്പം നമ്മുടെ മനസ്സിൽ നിറയുമെന്ന് പറയില്ലേ. അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ ക്ലിനിക്കിലുള്ള എല്ലാവരും തന്നെ അവരുടെ ഫാമിലിയിലേക്ക് ഇതേപോലെ ചെയ്തു. അവർ പറഞ്ഞു ശരിക്കും അവർ ഇൻഫ്ലുവൻസ്ഡ് ആയി എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതല്ലേ ശരിക്കും ഈ വീഡിയോൻ്റെ ശരിക്കും ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ലൗഡ് വൺസിന് വലുതായിട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മെയിൻ കൺഫ്യൂഷൻ വന്നത് ഇതെങ്ങനെ കൊടുക്കുന്നതായിരുന്നു. പോകുന്ന വഴിക്ക് മൊത്തം ഞാനത് ആലോചിച്ച് ഫൈനലി എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ പറഞ്ഞു വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ ബാഗിൽ ജോളോ ചിപ്പ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ട് വാ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം, അതിൻ്റെ എങ്ങനെയാണ് എക്സ്പ്രഷനൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. അതിന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നതാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒരുങ്ങിയതല്ലേ, നമുക്ക് 2-3 ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറേ നേരം അവർക്ക് മനസ്സിലായില്ല, വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ജോളോ ചിപ്പ് എവിടെയെന്നൊക്കെ.